നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബലൂചിസ്ഥാനിൽ പാകിസ്ഥാന്റെ സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മസ്തൂങ് ജില്ലയിലെ ഗഡ്കോച്ച പ്രദേശത്ത് പാകിസ്ഥാൻ സുരക്ഷാ സേനയുടെ വാഹന വ്യൂഹത്തിന് നേരെ തങ്ങളുടെ പോരാളികൾ വലിയ ആക്രമണം നടത്തിയതായി ബലൂച്ച് ലിബറേഷൻ ആർമി അവകാശപ്പെട്ടു. ആക്രമണത്തിൽ 45-ലധികം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സംഘടന അറിയിച്ചു. BLA വക്താവ് ജിയാൻഡ് ബലൂച്ച് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഗ്രൂപ്പിന്റെ ഫത്തേ സ്ക്വാഡാണ് ആക്രമണം നടത്തിയതെന്നും പറഞ്ഞു. പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥരെയും അവരുടെ സുരക്ഷാ അകമ്പടികളെയും പിന്നീട് സ്ഥലത്തെത്തിയ അധിക സൈനികരെയും വഹിച്ചുകൊണ്ടുള്ള ബസ്സുകളാണ് ലക്ഷ്യമെന്നും അവർ അവകാശപ്പെട്ടു. ആക്രമണത്തെ തുടർന്ന് ഇരുവിഭാഗവും തമ്മിൽ ദീർഘനേരം വെടിവയ്പ് നടന്നതായും BLA പറയുന്നു. ഓപ്പറേഷനിൽ 45-ലധികം സൈനികർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി BLA അവകാശപ്പെട്ടു. ഏറ്റുമുട്ടൽ തുടരുന്നതിനാൽ മരണസംഖ്യ ഉയർന്നേക്കാമെന്നും അറിയിച്ചു. ആക്രമണ തന്ത്രം, പാകിസ്ഥാൻ സൈന്യത്തിനുണ്ടായ നഷ്ടങ്ങൾ, സൈനിക ഉപകരണങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിശദമായ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നും BLA പ്രസ്താവനയിൽ പറഞ്ഞു. എന്നിരുന്നാലും ഈ BLA അവകാശവാദങ്ങൾ പാകിസ്ഥാൻ സൈന്യമോ സർക്കാരോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. സമീപ മാസങ്ങളിൽ ബലൂചിസ്ഥാനിലെ പാകിസ്ഥാൻ സൈന്യത്തിനും അർദ്ധസൈനിക വിഭാഗങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും നേരെ ഉണ്ടായ നിരവധി പ്രധാന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം BLA ഏറ്റെടുത്തിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഇത് മേഖലയിലെ സുരക്ഷാ സ്ഥിതി നിരന്തരം വഷളാക്കുകയും പാകിസ്ഥാൻ സർക്കാരിന് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു. ജൂലൈ 1-നും ജൂലൈ 14-നും ഇടയിൽ മസ്തങ്, നുഷ്കി, കെച്ച്, സുരബ്, ഗുസ്താർ, സിയാരത്ത്, ഗരൻ, കലാത്ത് ജില്ലകളിൽ തങ്ങളുടെ പോരാളികൾ നിരവധി സായുധ ആക്രമണങ്ങളും ഇംപ്രൊവൈസ്ഡ് സ്ഫോടക വസ്തുക്കൾ ആക്രമണങ്ങളും നടത്തിയതായും BLA വക്താവ് ജിയാൻഡ് ബലൂച്ച് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. ജൂലൈ 1-ന് മാസ്റ്റുങ്ങിലെ ഡാഷിൻ ഒരു സൈനിക വിതരണ വാഹനം ലക്ഷ്യമിട്ട് നടന്ന ആക്രമണത്തിലും 2 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായും BLA അറിയിച്ചു. സാമ്പത്തിക ഉപരോധം എന്ന് വിശേഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി സുഷ്കിയിലും പജ്കൂരിലും ചരക്ക് വാഹനങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണവും സംഘടന അവകാശപ്പെട്ടു. ജൂലൈ 3-ന് നുഷ്കിയിലും മസ്തൂങ്ങിലും നടന്ന IED ആക്രമണങ്ങളിൽ കുറഞ്ഞത് 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായും ഒരു പാലം ഉൾപ്പെടെയുള്ള സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും BLA ആരോപിച്ചു. ഹർനായ്, സിയാറത്ത്, ദൽബന്ദിർ എന്നിവിടങ്ങളിലെ ഹൈവേകളിലും താൽക്കാലിക റോഡ് ബ്ലോക്കുകൾ സ്ഥാപിച്ചതായും ചോദ്യം ചെയ്യുന്നതിനായി 2 വ്യക്തികളെ കസ്റ്റഡിയിലെടുത്തതായും നിരവധി പാലങ്ങളും വാണിജ്യ വാഹനങ്ങളും നശിപ്പിച്ചതായും അവർ അവകാശപ്പെട്ടു. തുടർന്നുള്ള ദിവസങ്ങളിൽ കെച്ച്, നുഷ്കി, ഗുസ്താർ എന്നിവിടങ്ങളിൽ പാകിസ്ഥാൻ സുരക്ഷാ സേനയ്ക്കെതിരായ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വവും ഈ സംഘം ഏറ്റെടുത്തു. സൈനിക ക്യാമ്പുകൾക്ക് നേരെയുള്ള ഗ്രനേഡ് ആക്രമണം, പട്രോളിങ്ങിന് നേരെയുള്ള ആക്രമണം, അഹമ്മദ് വാളിലെ ഒരു പോലീസ് സ്റ്റേഷൻ കത്തിക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ജൂലൈ 7-ന് ഹർനായിക്കടുത്തുള്ള ഖലീഫത്ത് പ്രദേശത്താണ് ഏറ്റവും ശക്തമായ പോരാട്ടം നടന്നതെന്നും BLA പറഞ്ഞു. ജൂലൈ 14-ന് കൊറ്റ കറാച്ചി ഹൈവേയിലെ ഒരു പ്രധാന പാലം സ്ഫോടനത്തിലും ഏറ്റുമുട്ടലിലും നിരവധി പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്നും BLA ആരോപിച്ചു. ഓപ്പറേഷനുകൾക്കിടെ സ്വന്തം 5 പോരാളികൾ കൊല്ലപ്പെട്ടതായും ഗ്രൂപ്പ് സമ്മതിച്ചു. അവരെ റഹീമുള്ള എന്ന സഫർ, ഗൈർ മുഹമ്മദ് എന്ന ഹമാൽ, സംഗത് കാക്ക എന്ന റഷീദ്, മസൂദ് എന്ന സാമി, ഷാ നസർ എന്ന ബാദൽ എന്നിവരാണെന്നും തിരിച്ചറിഞ്ഞു. പാകിസ്ഥാൻ രാജ്യത്തിനെതിരായ സായുധ പോരാട്ടം തുടരാനുള്ള BLAയുടെ പ്രതിബദ്ധത ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് പ്രസ്താവന അവസാനിപ്പിച്ചത്. അതായത് തങ്ങളുടെ പോരാട്ടം ഇനി വരും ദിവസങ്ങളിൽ കടുപ്പിക്കും എന്ന് തന്നെയാണ് BLA ആർമി പറഞ്ഞു വെക്കുന്നത്.